പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറുപയർ വെച്ച് ഒരു സുഖിയനാണ് ഉണ്ടാക്കുന്നത്. ചായക്കട പലഹാരമാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള വിഭവമാണ് സുഖിയൻ. അതിന് ചെറുപയർ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് ചെറുപയർ എടുത്ത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. 1/2 കപ്പ് വെള്ളമാണ്. അരയിലൊരു ശകലം കൂടെ ഉണ്ട്. വെള്ളം നന്നായിട്ട് പറ്റി വേണം കിട്ടാൻ. അതുകൊണ്ട് ഇത്രയും വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇത് 2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്ത് പോകരുത്. 2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവി വന്ന് കാണട്ടെ, എന്നിട്ട് വെയിറ്റ് ഇടാം. ഇതിന് ഈ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങയാണ് എടുക്കേണ്ടത്. ഇതിനകത്ത് ശർക്കരയും തേങ്ങായും പയർ വെന്തതും കൂടെ മിക്സ് ചെയ്ത് വേണം നമുക്ക് സുഖിയനകത്ത് നിറയ്ക്കാൻ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയുണ്ട്. പിന്നെ ഒരു വലിയ ശർക്കരയുടെ പകുതിയാണ് ചുരണ്ടി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊന്ന് ഉരുക്കി സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മളത് പറ്റിക്കാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അരിച്ചൊഴിക്കുക. പയർ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പയർ വെന്തിട്ടുണ്ട്. കണ്ടമാനം അങ്ങോട്ട് വെന്തങ്ങ് പോയിട്ടില്ല. എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പയർ മാറ്റി വെക്കാം. നമ്മൾ ഇപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറാണെങ്കിൽ അത് 2 അടി അടിച്ചാൽ പോരായിരിക്കും. അതിന് വേവ് കൂടുതലുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ കൂടുതലൊഴിച്ച് എന്തായാലും 2 വിസിലടിച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ അടിപ്പിച്ചാൽ മതി. ഒരടിയും കൂടെ സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ച് അടിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. 3 അടി അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ചിലപ്പോൾ അത് വെന്ത് പോകും. പയർ ഓരോരുത്തരുടെ കയ്യിൽ എങ്ങനെയാണുള്ള പയറാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം 2 അടി അടിച്ച് ഇറക്കി വെച്ച് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും വേവിക്കാം. അപ്പോൾ പയർ മാറ്റി വെക്കാം. അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഈ ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ചൂടാകട്ടെ. വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം പറ്റി മാറണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പയറൂടെ അതിനകത്തിട്ട് ഈ പയറും കൂടി ഇട്ട് കൊടുക്കുക. ഇനി സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. പയറിനകത്ത് ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് അധികം ഇടേണ്ട കാര്യമില്ല. മധുരമുള്ള സുഖിയനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് മതി. ഇനി പയറിന് ഇച്ചിരി വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ തവി കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടച്ചൊക്കെ എടുക്കാം. നമുക്ക് ഉരുട്ടി എടുക്കണമെങ്കിൽ ഒന്ന് ഉടയണമല്ലോ.
ഇങ്ങനെയൊന്ന് മയപ്പെടുത്തിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കും ജീരകവും പൊടിച്ചതിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിക്കുക. ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് താത്ത് വെച്ചൊന്ന് ആറിയിട്ട് നമുക്ക് ഉരുള ഉരുട്ടി മാവി മുക്കി ഇടാം. ഇനി മാവ് കലക്കിയെടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി സുഖിയന് കോട്ടിങ് ഉണ്ടാക്കുന്നതിന് ഞാൻ മൈദയല്ല എടുത്തിരിക്കുന്നത്, ആട്ടയാണ്. റേഷൻ കടയിൽ നിന്ന് നമുക്ക് ആട്ട കിട്ടുന്നുണ്ട്. ആ ആട്ട ഞാനൊന്ന് അരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തരി വല്ലതും ഉണ്ടെങ്കിൽ മാറട്ടെന്ന് വിചാരിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ട് 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ട് വെള്ളത്തിൽ കലക്കിയെടുക്കണം. കുറുകെ കലക്കണം. കലക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കലക്കി വെക്കാൻ. ഒത്തിരി മുറുകിയും പോകരുത്, ഒത്തിരി ലൂസായും പോകരുത്. നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഒത്തിരി വലിപ്പത്തിൽ ഉരുട്ടണ്ട. ഇപ്പോൾ ഉരുട്ടിയാൽ ഒന്ന് ഉടഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇല്ലേ പയറ് വേറെ വേറെ കിടക്കും. സുഖിയനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പയറെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി മാവിലേക്ക് മുക്കി എണ്ണ ചൂടായി കിടക്കുകയാണ്, അതിലേക്കിടാം. ഇതിനകത്തെ വേകാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ആവുമ്പോൾ എടുക്കാം. ആയിട്ടുണ്ട്. അത് 4 എണ്ണ ആദ്യം ഇട്ടുള്ളൂ. കോരി എടുക്കുക. സുഖിയൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. 23 സുഖിയനുണ്ട്. 1 കപ്പ് ഇതുകൊണ്ട് ചെറുപയർ കൊണ്ട് 23 സുഖിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം, ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്